നമസ്കാരം, ഞാൻ ഇന്ദ്രജിത്ത്. സ്മാർട്ട് വിഷൻ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജൂൺ 19 വായനാ ദിനത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി അധ്യാപകരും കുട്ടികളും. അലോന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 19 വായനാ ദിനം വിപുലമായി ആഘോഷിച്ചു. വായനാ മത്സരത്തിലൂടെ സ്കൂളിലെ മികച്ച വായനക്കാരെ കണ്ടെത്തി. LP തലത്തിൽ യഷ്മിതയും UP തലത്തിൽ ഇന്ദ്രജിത്തും വിജയികളായി. അന്തോൺ സ്കൂളിലെ വിശാലമായ വായനാലോകം ഒരുക്കി കൂട്ടുകാർ. സ്കൂൾ ലൈബ്രറി നവീകരണത്തിൽ കുട്ടികളും അധ്യാപകരും പങ്കുചേർന്നു. പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തും സെക്ഷൻ തിരിച്ചും വിശാലമായ വായനാലോകം ഒരുക്കി. ഓരോ ക്ലാസ്സിനും വായനാ മൂലകളും സജ്ജീകരിച്ചു. ആഴ്ചയിൽ 1 എന്ന നിലയിൽ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിധം പുസ്തക വായനയും അതോടൊപ്പം വായനാക്കുറിപ്പ് തയ്യാറാക്കലും മികച്ച വായനക്കാരെ കണ്ടെത്തുക എന്നതും ലക്ഷ്യമാക്കി പ്രവർത്തനം നടന്നു വരുന്നു. എല്ലാ കുട്ടികളും പങ്കാളികളാകുന്നു. പ്രവർത്തനം മികച്ച രീതിയിൽ മുന്നേറുന്നു. വായനാ വാരത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം നടന്നു. ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് വിദ്യാരംഗത്തിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. രശ്മിത തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാടൻപാട്ട് കലാകാരനും അധ്യാപകനുമായ ശ്രീ ഷാബു തന്നൽ മുഖ്യാതിഥിയായി എത്തിയ വായനാ മധുരം പ്രോഗ്രാം വാർഡ് മെമ്പർ ശ്രീ രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്ത വായനാ മധുരം നാടൻ പാട്ടിലൂടെ ഗതകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ശുദ്ധമായ നാടൻ സംഗീതം എന്തെന്നറിയാനുമുള്ള അവസരമൊരുക്കി. വായനാ മധുരം പരിപാടിയിൽ വാർഡ് മെമ്പർ ശ്രീ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ജന്മഭൂമി പത്രവും അന്തമൺ ഇളംകുളത്ത് വീട്ടിൽ രാജസേനൻ സാറിന്റെ വകയായി മാതൃഭൂമി പത്രവും ഏർപ്പെടുത്തി. വായനയുടെ വ്യത്യസ്ത തലങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകും. വായനാ വാരാചരണത്തോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരത്തിൽ LP തലം യഷ്മിത, റോഷ്നി എന്നിവരും UP തലം അലോനയും വിജയികളായി. കടങ്കഥാ മത്സരത്തിൽ LP തലം അരുന്ധതിയും UP തലം ഇന്ദ്രജിത്തും വിജയികളായി. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.